ഒടുവിലൊരു യുദ്ധഭീതി ഒഴിഞ്ഞു. തായ്ലൻഡ് കംബോഡിയ അതിർത്തി ശാന്തമായി. മലേഷ്യയുടെ മധ്യസ്ഥ ചർച്ചയാണ് യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നും ഇരു രാജ്യങ്ങളെയും പിന്തിരിപ്പിച്ചത്. അതിർത്തിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങളായിരുന്നു വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ മലേഷ്യയാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുമായി ഫോണിൽ സംസാരിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടിരുന്നു. മലേഷ്യയിലെ പുത്രജയിൽ നടന്ന മാധ്യമ ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ധാരണയിലെത്തിയത്. അൻവർ ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനിറ്റും തായ്ലൻഡ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംതാം വെച്ചിയാച്ചിയും മലേഷ്യയിലെ ചൈനീസ് US അംബാസഡർമാരും പങ്കെടുത്തു. പതിറ്റാണ്ടുകളായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന തായ്ലൻഡും കംബോഡിയയും തമ്മിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സായുധ നയതന്ത്ര സംഘർഷമുണ്ടായത്. തലേദിവസം അതിർത്തിയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ 5 തായ് സൈനികർക്ക് പരിക്കേറ്റതാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. തുടർന്ന് ഇരു രാജ്യങ്ങളും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് തുടരെ വ്യോമാക്രമണം നടത്തി. തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു. മാറ്റിപ്പാർപ്പിച്ചത് ലക്ഷക്കണക്കിന് മനുഷ്യരെ. തർക്കഭൂമിയായി മാറിയത് 817 കിലോമീറ്റർ. സ്വന്തം രാജ്യത്തെയും തൊട്ടയൽപക്കത്തെയും മനുഷ്യരെയും കൊലയ്ക്ക് കൊടുക്കാൻ മാത്രം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുകയുന്നത് എന്താണ്? കാലങ്ങളായി അതിർത്തി തർക്കം രൂക്ഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം. തായ്ലൻഡിനും കംബോഡിയയ്ക്കുമിടയിലുള്ള ഡാങ്റക്ക് മലനിരകളിൽ 512 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയയുടെ പ്രിയവിഹാർ പ്രവിശ്യയ്ക്കും തായ്ലൻഡിന്റെ സിസാക്കറ്റ് പ്രവിശ്യയ്ക്കും ഒത്ത നടുക്കുള്ള ഈ ക്ഷേത്ര സമുച്ചയമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും ചരിത്രവും പാരമ്പര്യവും ഒക്കെ പേറുന്ന പ്രധാന സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കംബോഡിയ ഫ്രഞ്ച് കോളനിയായിരുന്ന കാലത്ത് നിർമ്മിച്ച ഒരു മാപ്പായിരുന്നു ഈ തർക്കത്തിന് കാരണം. ഈ മാപ്പ് പ്രകാരം കംബോഡിയയ്ക്കാണ് ക്ഷേത്രത്തിന്റെ പൂർണ്ണ അവകാശം. ക്ഷേത്ര സമുച്ചയവും ഇതിരിക്കുന്ന വലിയൊരു ഏരിയയും മാപ്പ് പ്രകാരം കംബോഡിയയുടെ അധികാര പരിധിയിൽ വരും. എന്നാൽ ഈ മാപ്പ് ഔദ്യോഗിക രേഖയായി കണക്കാക്കാനാവില്ല എന്നാണ് തായ്ലൻഡിന്റെ വാദം. മാപ്പ് അപൂർണമാണെന്നും ഇതുവരെ ഔദ്യോഗിക രേഖയായി ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് തായ്ലൻഡ് പറയുന്നത്. വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സംഘർഷങ്ങൾക്കൊക്കെയും ആക്കം കൂട്ടുന്നത് ശരിക്കും കൃത്യമായി രേഖപ്പെടുത്താത്ത അതിർത്തി തന്നെയാണ്. 817 കിലോമീറ്റർ അതിർത്തിയാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നത്. ഇതിനോടകം തന്നെ നിരവധി രേഖകളിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അതിർത്തി എവിടെയാണെന്നതിൽ ഇവർ തമ്മിൽ രമ്യതയിലെത്തിയിട്ടില്ല. പ്രത്യേകിച്ചും ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച്. ഈ പ്രദേശത്തെ ചൊല്ലി തർക്കങ്ങൾ രൂക്ഷമാകുമ്പോഴൊക്കെ ചർച്ചകളും തകൃതിയായി നടക്കാറുണ്ട്. പക്ഷേ ചർച്ച പരിഹാരം കാണുന്നതിന് മുമ്പ് തന്നെ സ്ഥലത്ത് രണ്ടു കൂട്ടരും സൈനികരെ വിന്യസിക്കും. പിന്നെ സംഘർഷം രൂക്ഷമാവുകയും ചെയ്യും. കംബോഡിയയ്ക്ക് അവരുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും ഖിമേർ സംസ്കാരത്തിന്റെയും പ്രതീകമാണ് പ്രിയ വിഹാർ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. തായ്ലൻഡിനാകട്ടെ ഇത് വെറുമൊരു ഭൂമി തർക്കമല്ല. തീവ്ര ദേശീയ വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം തായ്ലൻഡിന്റേതാണ് എന്ന് കരുതുന്നവരാണ്. ഇത് വിട്ടുകളയുന്നത് തായ് അതിർത്തിയും തായ് ജനതയുടെ ആത്മാഭിമാനവും വിട്ടുകൊടുക്കുന്നതിന് തുല്യമായാണ് ഇവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമാധാനം താൽക്കാലികമാണെന്ന് ചുരുക്കം.